ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഉച്ചയായപ്പോൾ ഇറങ്ങി. ആ സമയത്ത് ചെറിയൊരു മഴയുണ്ടായിരുന്നു. മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയത്. ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ കൂടൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കിഴക്കോട്ട് യാത്ര ചെയ്താൽ 5 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ പേര് രാജഗിരി എന്നാണ്. രാജഗിരി എസ്റ്റേറ്റിൽ ഒഴുകുന്ന ഒരു തോടും അവിടുത്തെ ഒരു വെള്ളച്ചാട്ടവുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാനായി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ മഴ കാരണം ഞങ്ങൾക്ക് ഇച്ചിരി താമസിച്ചു. മഴ കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. ആ കാരണത്താലാണ് ഇപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ എല്ലാം നിറഞ്ഞ ആൾക്കാർ കാണേണ്ടതാണ്. നല്ലൊരു മഴ കഴിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരില്ലാത്തത്. ഇവിടെ ഇപ്പം ആൾക്കാർ ഓടിയെത്തും തീർച്ചയായും, കാരണം എപ്പോഴും ആൾക്കാർ വരുന്ന നല്ല ഒരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നത്. ഗോഡ്സോൺ ഉടുപ്പൊക്കെ ഊരി വെള്ളത്തിലേക്ക് മുങ്ങാൻ റെഡിയായിരിക്കുകയാണ്. ഗോഡ്ലി അവിടെ കമ്പിട്ട് വെള്ളത്തിലടിച്ചുകൊണ്ട് നിൽക്കുന്നു. സുമിയും കൂടെയുണ്ട്. ആ വെള്ളം ചാടുന്ന ആ ഭാഗത്ത് 8-9 അടി വരെ ആഴമുണ്ട്. ആ കാരണത്തിൽ കുഞ്ഞുങ്ങളൊന്നും അവിടെ ഇറങ്ങാൻ പാടില്ല. ആ നല്ല കുത്തൊഴുക്കായതുകൊണ്ട് അവരുടെ ശരീരം പോയി പാറയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാകും. അങ്ങനെ വലിയ വിഷയങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കുട്ടികളാരും അവിടെ ഇറങ്ങാൻ പാടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു മീറ്ററൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. കാരണം നമുക്ക് അളക്കാൻ പറ്റുന്ന ആ ആഴം ഒന്ന് അളന്ന് മറ്റുള്ളവരെ കാണിക്കാം എന്ന് കരുതി ഞാൻ മീറ്ററുമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ആ മീറ്റർ വെച്ച് അതിൻ്റെ ആഴം അളന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, കാരണം എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ജോലിയുടെ തിരക്കായിരുന്നു. പൂർണ്ണമായി എനിക്ക് ഈ യൂട്യൂബ് ചാനലിലേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഇത് എൻ്റെ ജോലി ഫാബ്രിക്കേഷൻ ആയതുകൊണ്ടാണ്. ഫാബ്രിക്കേഷൻ വർക്ക് എനിക്ക് പെൻഡിങ് ആയിട്ട് കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം തീർക്കാൻ പോകണമായിരുന്നു. അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു. അതേപോലെ തന്നെ ഒരുപാട് പത്രമാധ്യമങ്ങളും വാർത്താ ചാനലുകളും ഒക്കെ ഇവിടെ വന്നിരുന്നു. അതേപോലെ തന്നെ യൂട്യൂബേഴ്സും വ്ളോഗറും ഒക്കെ ഒരുപാട് വന്നിരുന്നു. ഒരുപാട് പേര്. അവരോടൊക്കെ എനിക്ക് അതിയായ സന്തോഷവും എൻ്റെ അതിയായ സ്നേഹവും ഞാൻ ഇപ്പം പങ്കുവയ്ക്കുന്നു. അതേപോലെ തന്നെ ആ കൂട്ടത്തിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എൻ്റെ ചാനലിലേക്ക് വന്നു. അതേപോലെ തന്നെയാണ് അവരുടെ ഒരു പിന്തുണ എനിക്ക് ഇപ്പം കൂടുതലായിട്ടുണ്ട്. എൻ്റെ ചാനൽ അതുകൊണ്ട് മുന്നോട്ട് വാച്ച് അവർ കൂടാനും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഒക്കെ ഇടയായി. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ട് ഓടുന്നത്. ഞാൻ വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വാക്കാണിത്. കാരണം നിങ്ങളില്ല എങ്കിൽ ഞാനില്ല എന്ന് 100% ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങളുടെ പിന്തുണ എനിക്ക് വളരെ സന്തോഷമാണ്. ഗോഡ്സോൺ ഉടുപ്പൊക്കെ ഊരി വെള്ളത്തിലേക്ക് ചാടാൻ പോകുന്നു. ഞാനും കൂട്ടത്തിൽ ഇപ്പം വീഴും എന്നുള്ള രീതിയിലാണ് എൻ്റെ പോക്കും. വെള്ളത്തിലിറങ്ങിയിട്ട് കുറേ നാളുകളായി. അതുകൊണ്ടൊരു ചെറിയൊരു അറപ്പും പേടിയൊക്കെ ഉണ്ട് മനസ്സിൽ. അത് ആരോടും പറയാതെ ഞാൻ എങ്ങനെ ഇറങ്ങിയ അവിടെ ഒരു കുഴിയുണ്ട്, ഒരക്കുഴി എന്ന് പറയുന്ന ഒരു കുഴി. അതുകൊണ്ടാണ് ഒരക്കുഴി എന്നതിന് പേര് തന്നെ വന്നേക്കുന്നത്. ഒരു 8-9 അടിയോളമാണ് അതിൻ്റെ ആഴം. അവിടേക്കാണ് ഞാൻ സാവധാനം ഇറങ്ങി വരുന്നത്. എവിടെയാണ് അതിൻ്റെ കുഴിയുടെ ആരംഭമെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. ഏകദേശം ഇപ്പം ഞാൻ വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്ന ടേപ്പ് എനിക്ക് സുമി ഇട്ട് തന്നു. ഞാൻ അവിടെ കാലേലിൻ്റെ തള്ളവിരൽ ടേപ്പ് എൻ്റെ ചവിട്ടി പിടിച്ചിട്ട് അതിൻ്റെ ആഴം അളന്ന് നോക്കുകയാണ്. ഏകദേശം 5 അടിയാണ് ഇപ്പം ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്ത് ആ ആഴം വന്നത്. അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ 8-9 അടി വരെ നീളം അതിൻ്റെ ആഴം വരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. 5 അടി ഹൈറ്റ് മുതലുള്ള ആൾക്കാർക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഇറങ്ങാൻ കഴിയുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ എല്ലാ കുട്ടികളും ഇറങ്ങാറുണ്ട്. മുതിർന്നവർക്ക് എത്ര ആഴമായാലും അവിടെ ഇറങ്ങാൻ പറ്റുന്ന ആഴം മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അവരെല്ലാവരും അവിടെ ഇറങ്ങി കളിക്കുന്നുണ്ട്. നല്ല ശക്തമായിട്ടാണ് ആ വെള്ളം പുറത്ത് വന്ന് അടിക്കുന്നത്. ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യങ്ങളൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. വടശ്ശേരിക്കരയുള്ള ഷിംനാസ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് മൊബൈൽ ഘടിപ്പിക്കാനുള്ള സ്റ്റിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം എനിക്കൊരു സ്റ്റിക്ക് ഒക്കെ കൊണ്ടുതന്ന അദ്ദേഹത്തിൻ്റെ പടമാണ് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്നത്. അദ്ദേഹത്തിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അദ്ദേഹം എനിക്ക് അത്രയും ചെയ്തു തന്നത് അത് വലിയ കാര്യമായിട്ട് ഞാൻ അത് കണക്കാക്കുകയാണ്. ഇനിയും മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബായിട്ടും
അതേപോലെ ഷെയറായിട്ടും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് എല്ലാ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ സുഹൃത്തുക്കൾക്കും 1000 നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് നല്ലൊരു വൃക്ഷം നിൽപ്പുണ്ട്. ആ വൃക്ഷം ഇതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിൽക്കുന്നത്. കാരണം അത് മരുതി എന്ന് പറയുന്നൊരു മരമാണ്. അത് പെട്ടെന്ന് ഒടിഞ്ഞു വീഴുന്ന സൈസല്ല, നല്ല ബലവും നല്ല ആരോഗ്യവും ഒക്കെ ഉള്ള ഒരു വലിയൊരു മരമാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ആൾക്കാരിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചാടാനും മറിയാനും ഒക്കെ ഒരുപാട് കുട്ടികൾ ആ സൈഡിലൊക്കെ ഉണ്ട്. സ്ത്രീകൾ കുറേ ആൾക്കാർ വന്ന് കരയ്ക്കിരിപ്പുണ്ട്. അവരാരും വെള്ളത്തിലിറങ്ങിയിട്ടില്ല. ആൾ കൂടുതലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവരാരും ഇറങ്ങിയിട്ടില്ല. അവരെല്ലാം കരയ്ക്ക് ഇരുന്ന് ഈ ചാട്ടവും മറിച്ചിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഗോഡ്സോൻ്റെ കാലെവിടെയോ തട്ടിയെന്ന് തോന്നുന്നു. അവൻ കാലൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. ഗോലിയ സുമിയുടെ തോളത്ത് കയറിയിരിക്കുകയാണ്. ഒരു ചേട്ടൻ കൈപൊക്കി കാണിക്കുന്ന ചേട്ടനെ പത്തനാപുരത്ത് ജോലി ചെയ്യുന്നൊരു ചേട്ടനാണ്. അതേപോലെ തന്നെ ആ ശക്തമായ വെള്ളമാണ് ഓരോ സെക്കൻഡും ദേഹത്ത് വന്നടിക്കുന്നത്. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് കരയ്ക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങളിനി ഇവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണം. നിങ്ങളില്ല എങ്കിൽ ഞങ്ങളില്ല എന്ന് വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയുന്നു. ഇനിയും അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഗുഡ് ബൈ. ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ്.